ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ മറൈൻ വേൾഡില് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ലഞ്ചിന്റെ ടൈമായി. അപ്പൊ ഞങ്ങൾ അവിടെ തന്നെയുള്ള ക്യാൻറ്റീനിൽ കയറിയേക്കാണ് ലഞ്ച് കഴിക്കാനായിട്ട്. എല്ലാവരും പല പല ഐറ്റംസ് ഒക്കെ ആയിട്ട് ഓർഡർ കൊടുത്ത്, ഞാനും അഞ്ചും ചട്ടിച്ചോറാണ് ഓർഡർ കൊടുത്തിരുന്നത്. പിന്നെ ചേട്ടൻ എന്താ വെജ് താലി ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വെജ് താലിക്ക് അതിനകത്ത് നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഫിഷ് ഫ്രൈ കാര്യങ്ങളെല്ലാം ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. വെജ് താലിയിൽ നോൺ വെജ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. ഒത്തിരി കറികളൊക്കെ കൂട്ടിയുള്ള ചോറാണ്. അതുപോലെ പപ്പടം, പായസം കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് രണ്ടിലും ഉണ്ട് കേട്ടോ. ചട്ടിച്ചോറിലുണ്ട്, വെജ് താലിയിലുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ഫിഷ് ഫ്രൈ കാര്യങ്ങൾ ഒക്കെ, ചിക്കനോ ഒക്കെ വേണ്ടതൊക്കെ ഓർഡർ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചെല്ലാം ഓർഡർ കൊടുത്ത് ഞങ്ങൾ ഇതേ ഫുഡ് എൻജോയ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ പായസം കുടിച്ചു. ആൽവിന് ഓർഡർ കൊടുത്തിരുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ചിക്കനും ഒക്കെ കേട്ടോ. അപ്പൊ ആൽവിന്റെ ഐറ്റം വരാൻ ഇത്തിരി വൈകി. എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയൊക്കെ നേരത്തെ വന്ന് അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞെല്ലാം കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞ് പായസം കുടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അഞ്ജുന് അവൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൽ മിൽക്കിന് ഓർഡർ കൊടുത്തു. അഞ്ജുനുള്ള അവൽ മിൽക്ക് ഇതാ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അഞ്ചു അവൽ മിൽക്ക് കഴിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റാ, ഞങ്ങൾ ഇത്തിരി കഴിച്ചു നോക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾക്കും നല്ല ഇഷ്ടമായിട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും വീണ്ടും ഓർഡർ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദേ അവിടെ നമ്മൾ ഇറങ്ങാണ്. ഇനി നമുക്കിവിടെ അടുത്തുള്ള ഒരു ഫാം വില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ആനിമൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെയും കൂടെ ഒന്ന് പോയി കാണാം. ഇവിടെ അടുത്ത് തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെയാന്നാ കേട്ടത്. അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫാം വില്ലയിൽ എത്തിയിട്ടോ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എൻട്രൻസിന്റെ അടുത്ത് തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒട്ടകം നിൽക്കുന്ന കാണാട്ടോ. അപ്പൊ ഒട്ടകത്തിന് നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെയുള്ള ലീവ്സ് കാര്യങ്ങളൊക്കെ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ലീവ്സ് ഒക്കെ കൊടുക്കാട്ടോ. അപ്പൊ അവരായാലും നമ്മൾ ലീവ്സ് ഒക്കെ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വായ കൊണ്ടുവന്ന് എടുത്ത് കഴിക്കുന്നതൊക്കെ നല്ല രസമാട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ഇതാ ഒരു ട്രിപ്പ് കൊടുത്തു. പിന്നെയും അതിനെ കഴിക്കണം എന്നുള്ളത് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഒരു ഇഷ്ടം തോന്നി അതിന് കൊടുക്കാൻ. ഞങ്ങളെല്ലാവരും കൊടുത്തു കേട്ടോ. ഞാനും ആൽവിനും അഞ്ചും ഒക്കെ കൊടുത്തു. ചേട്ടനപ്പോ വീഡിയോ എടുക്കുന്ന. പിന്നെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കുതിരകളെ കണ്ടു. അപ്പൊ അങ്ങനെ കുതിരകളെയൊക്കെ കണ്ട് അവരെ പറ്റി ഇങ്ങനെ ഓരോ കമന്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ ഞങ്ങള്. അടിപൊളി 2 കുതിരകള്, ബ്രൗണും വൈറ്റും ഉണ്ട് കുതിര. ഇവിടെ നല്ലൊരു അടിപൊളി ഊഞ്ഞാലുണ്ട്. അത് പിന്നെ അഞ്ചു ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കും. ഇവിടെ ഇവിടെ പപ്പതേ ഇവിടെ ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ. പപ്പ ഫോട്ടോ എടുക്കണോ? ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും. ഓ സൂപ്പർ, അടിപൊളി. ിന്റെ അടുത്ത് തന്നെയാട്ടോ ഒട്ടകം നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ പ്ലാവിൻ്റെ ഇല പോലത്തെ ഇലയായിരുന്നു നമ്മുടെ കയ്യിൽ തന്നത്. ആ ഇല നമ്മൾ കൊടുത്ത് അതൊക്കെ തിന്ന് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോഴേ ഊഞ്ഞാൽ കാണാം. ആ സൈഡിൽ കുതിര നിൽക്കുന്നുണ്ട്. ഇനിയും കാണാനുണ്ട് കാഴ്ചകൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ അങ്ങനെ വെള്ള പ്രാവുകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് നമ്മുടെ അടുത്തേക്കൂടെയൊക്കെ പറ്റി നടക്കുന്നുണ്ട്. ഉള്ളിൽ താറാവുകളുണ്ട്. കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അവർ കൂട്ടിലൊന്നുമല്ല. ഇവർ 2 പേരും ഇവിടെ പുറത്തിരിപ്പുണ്ട് തൊട്ടടുത്ത് തന്നെ. ഇവിടെ ടാങ്ക് ഉണ്ട്. ടാങ്കിൽ ഇഷ്ടംപോലെ ഫിഷ് ഉണ്ട്. തീറ്റ ഇട്ട് കൊടുക്കണം. ഇവിടെ ആടുകളുണ്ട് കേട്ടോ. പല ടൈപ്പ് ആടുകളുണ്ട്. ആടുകൾക്ക് ഇന്ന് തീറ്റ കൊടുക്കുന്നത് പോപ്കോണോ വേണോ? കൊടുക്ക, 2 കൂടെ കൊടുക്കുക. വെച്ചുകൾക്ക് ഇവിടെ വേറെ ടൈപ്പ് ആടുകളുണ്ട്. കൊമ്പൊക്കെയുള്ള നല്ല സൂപ്പർ വളഞ്ഞ കൊമ്പൊക്കെയുള്ള ആട്. സിംഗ് ഗോട്ട് ഇതിന്റെ പേര്. സിംഗ് ഗോട്ട്. കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞ വലിയ വാലുള്ള ഇനം. ഇതാ അതാണ് ഈ ഒരു ആട്. ഇവിടെ വേറെ ടൈപ്പ് ഷീപ്പ്. ഇതിന്റെ കൊമ്പ് കണ്ടോ? ഇതിനെത്ര 3 കൊമ്പ് 4 കൊമ്പാണോ? 4 കൊമ്പുള്ള ആട് കേട്ടോ. ഇതിന്റെ പേര് ജേക്കബ് ഷീപ്പ്. 4 കൊമ്പ്. ഇവരുന്നൊക്കെ ഓരോ കുത്തു കിട്ടി കഴിഞ്ഞാൽ റെഡിയോ. എംബൂർന്ന് പേരുള്ള വേറെ ഷീപ്പ്. യൂസ്ഡ് ഫോർ ഗോട്ട് ഫൈറ്റ്. ഇടി കൂടാൻ പറ്റിയ നമ്പർ 1 ഐറ്റം.
ഇത് കുള്ളൻ ഇനത്തിൽപ്പെട്ട ബുള്ളാണ് കേട്ടോ. മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് പുള്ളിമാനിനോട് സാമ്യമുള്ള പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ആട്. കൊള്ളാം, പുള്ളിക്കുത്തുകളൊക്കെ ആയിട്ട് ഈ ഏരിയയിലായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ് കേട്ടോ ഒരു പല പല ആനിമൽസിന്. ഇവിടെ പോനി, തൊട്ടടുത്തുള്ളതിൽ ഡോങ്കി, ഇതിനകത്ത് ഡോങ്കി. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പുറത്ത് മിനിയേച്ചർ ഹോഴ്സ്. ഞങ്ങൾ ഇങ്ങനെ നടന്ന് കാണുന്ന ചെറുതായി മഴ പൊടിയുന്നുണ്ട്. ഇവിടെ കോൾ ഡക്ക്. ഇവിടെ നല്ല തൊപ്പിയുള്ള താറാവ്, വേറെ ഇനത്തിൽപ്പെട്ട താറാവുണ്ട്. എല്ലാത്തിൻ്റെയും പേരൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുൾ കോഴികളുണ്ട്. ഇവിടെ ആമ, അങ്ങനെ റാബിറ്റിൻ്റെ ഏരിയ. മുയലുകളിൽ ഏറ്റവും ചെറിയ ഇനം കുഞ്ഞൻ ചെവി. കുഞ്ഞൻ ചെവിയും ഇരുണ്ട മുഖവും ചെറിയ ശരീരവും. ഇവരുമാരൊക്കെ ഇവിടെ ഉറക്കണം, നല്ല ഉറക്ക, തീറ്റ കഴിഞ്ഞുള്ള ഉറക്ക. പൂച്ചകൾ കേട്ടോ, പല ടൈപ്പ് പൂച്ചകൾ. ഇതിനകത്ത് ഒരെണ്ണമുണ്ട്, അവിടെ വേറെ ഒരെണ്ണം ബാസ്ക്കറ്റിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെ വൈറ്റ് കളറിൽ വേറെ ഇനം 2 പേരുണ്ട് ഇവിടെ. ഇതിനകത്തും ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇവിടെ ബാസ്ക്കറ്റിൻ്റെ പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ ചൂടൊക്കെ കൊണ്ടിങ്ങനെ സുഖമായി ഉറങ്ങാം. ഇത് ഒരു സൈസ് കങ്കാരു ഇനത്തിൽപ്പെട്ട ഐറ്റംസ് 2-3 പേര് ഇവിടെ ഉണ്ട്. സ്നേക്കിൻ്റെ ഏരിയ. അയ്യോ, ആൽവിൻ്റെ മെത്ത്. ഇതേതത്? വൈറ്റ് പൈത്തൻ. എന്താ ഇതിൻ്റെ പേര്? പൈത്തൻ. ആ, വൈറ്റ് പൈത്തൻ. ചേട്ടനെ കഴിച്ചിടുന്നുണ്ട്. അയ്യോ, ഇത് കണ്ടിട്ടെന്നെ പേടിയാണ്. കണ്ട് ഈ ധൈര്യം എന്നും കണ്ടാൽ മതി. ചേട്ടൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കാണാം. ഞങ്ങൾക്കുണ്ടാ. ഇവിടെയൊക്കെ പല പല മലമ്പാമ്പുകൾ, പല കളറിൽ. ഇവിടെ ഒരു കുഞ്ഞി അണ്ണാൻകുട്ടി ഇതേയിരിക്കും, അണ്ണാൻ. ഇവിടെ മലമ്പാമ്പ്, ഇതിനകത്തൊക്കെ മലമ്പാമ്പ്. ആൽവിൻ്റെ മേത്ത് നോക്കിയ ഇഗ്വാനേനെ വെച്ചേക്കണ. ദിവസത്തിൽ 20 മണിക്കൂർ വരെ ഉറങ്ങുന്ന ജില്ല. പപ്പയും മോനും എല്ലാത്തും കൈവച്ച് കൊടുക്കുന്നുണ്ട്. അയ്യോ, പേടിയുണ്ടല്ലേ? ഉള്ളിലൊരു പേടി. ഇപ്പൊ മെത്തിക്കൽ ചാടിയാലോ. ഇല്ല, ഓരോരോ ഐറ്റം ചേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെ കൈമ വെച്ചോ, ഇതിനെ കൈമ വെച്ചോ എന്നൊക്കെ. ഇപ്പൊ ആൽവിന് വേറൊരു ഐറ്റം നോക്കട്ടെ. ആൽവി ഇങ്ങോട്ട് തിരിഞ്ഞേ. ആ, ഇത് പിന്നെ കുഞ്ഞി ഐറ്റാ. നോക്കട്ടെ, ഇങ്ങോട്ട് കാണിച്ച്. കുഞ്ഞു പോലോ. ഈശ്വരന്റെ മേത്തേക്ക് ഫ്ലൈ ചെയ്ത് വരുമോ? ഇപ്പൊ പമ്മി കിടക്കുന്നുണ്ട്. ചാടി പറന്ന് മുഖത്തേക്ക് വന്നാലോ. ഇതൊക്കെ ബേർഡ്സ് ഏരിയയാണ്, ബേർഡ്സ് ഏരിയ. ഇവിടെയൊക്കെ പല 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 ടൈപ്പ് കോഴികളുണ്ട് കേട്ടോ. കൊത്തു മത്സരത്തിന് പോകുന്ന കോഴികളും എല്ലാം ഉണ്ട് ഇവിടെ. സാധാ കോഴികളും എല്ലാം ഉണ്ട്. ഇത് 1 ടൈപ്പ് ഓഫ് മങ്കി, മാർമോസെറ്റ് മങ്കി. ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങു വിഭാഗം. തൊടരുത് കടിക്കും എന്നെഴുതി, തൊടരുത് കടിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടി കിട്ടിയാൽ പറയണ്ട. അത് എവിടെ ഇരിക്കുന്നത്? ഇത് സ്ക്വിരൽ. ഇതൊക്കെ ഇത് നല്ല വൈറ്റ് കളറിൽ, വൈറ്റ് കളറിൽ 2 ഉണ്ട്. ഇതിനകത്ത് ബ്ലാക്ക് കളറിലുണ്ട്. ഏറ്റവും മുകളിൽ തൂങ്ങി കിടക്കുന്നുണ്ട്, കാണുന്നില്ല വെളിച്ചം. ഇവിടെ വലിയ ടൈപ്പ് ബേർഡ്സ്, മാക്കോ. പക്ഷെ ഇതിൻ്റെ സ്വരം ഭയങ്കര ഷാർപ്പ് സ്വരം കേട്ടോ. വേറെ ടൈപ്പ് ബേർഡ്സ്, നമ്മുടെ ലവ് ബേർഡ്സ് ഒക്കെ പോലത്തെ. ഇവിടെയും കിളികളുണ്ട് കേട്ടോ. നമുക്ക് കിളികളെ കയ്യിലൊക്കെ വെച്ച് മേത്തൊക്കെ വെച്ച് ഇങ്ങനെ കളിപ്പിക്കാം, തീറ്റ കൊടുക്കാം. ഇവിടെയും ഒരു ബേർഡ്സ് ഏരിയ എന്ന് പറയാം. ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട് ഇവിടെ. അതൊക്കെ രക്ഷട്ടോ. ഇതിനകത്ത് കുറേ ബേർഡ്സുകളുണ്ട്. കൂടിനകത്തും മരത്തുമ്മയൊക്കെ ഇങ്ങനെ വന്ന് ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്, മരത്തിൻ്റെ കമ്പുമ്മ. ചേട്ടൻ്റെ മേത്ത് 3 4 5 6 നല്ല രസമുണ്ട്. ആൽവിൻ്റെ മേത്ത് ആകെ 3 ഉള്ളൂ, 4 വന്നു.
അതിന് 4. എന്റെ കയ്യിൽ വെക്കട്ടെ. ഇങ്ങടേക്ക് വാ മക്കളെ, ഇങ്ങോട്ട് വാ. എന്റെ കയ്യിലും തീറ്റയുണ്ട്. ഒരു അതാ വന്നു എന്റെ കയ്യിലേക്ക് വന്നു കേട്ടോ. തീറ്റ കണ്ടവര് വരും. അയ്യോ, എത്ര എണ്ണ? 5 ഇങ്ങോട്ടേക്ക്. അഞ്ചുവിന് പേടിയാ. 5 ഉള്ളിലേക്ക് കടന്നിട്ടില്ല. അയ്യോ, ഇഷ്ടം പോലെ ചേട്ടൻ്റെ കൈ നിറച്ച്. ആ തീറ്റ കണ്ടേപ്പോൾ എൻ്റെ കയ്യിലേക്കും വരും. ഒരു വേട് വന്ന് എൻ്റെ കയ്യിലിരിക്കുക. അതുകൊണ്ട് എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവർക്ക് തീറ്റ കിട്ടണം, അത്രേ ഉള്ളൂ. അഞ്ച് ഓരോന്നോരോന്ന് കൊടുക്കണം. വെറുതെ വലിയൊരു പന്നിയുണ്ട്. ഇവിടെയും ഇഗ്വാനയുണ്ട് കേട്ടോ. ഇവിടെ 4 മരത്തുമ്പോൾ തന്നെയുണ്ട്. പിന്നെ 3-5 താഴെ കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഫാം വില്ലയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.